പിന്നെ സൺഡേ ആണ്, അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. എന്നിട്ട് രാവിലെ ഇവിടെയൊക്കെ ഒന്ന് വന്ന് നോക്കി. ഈ ദിവസം പിന്നെ പോകാൻ ഒരു പാടുമില്ല, കാരണം അതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണും. ഇന്നും ഉണ്ട് കല്യാണവും കാപ്പാടും ഒക്കെ. അപ്പം ഞാൻ രാവിലെ വിചാരിച്ചു എന്തെങ്കിലും ഒരു പാക്കൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഒരുപാട് വെയിലൊക്കെ കൊള്ളുന്നതല്ലേ. അങ്ങനെ ഞാൻ മിൽട്ടാനി മിട്ടിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ രക്തചന്ദനവും കൂടെ മിക്സ് ചെയ്തിട്ട് തൈരിലും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തേച്ചു, എന്നിട്ട് ഞാൻ ഓർത്തു അപ്പച്ചീനെ കണ്ടപ്പോൾ അന്ന് അപ്പച്ചിക്ക് കൂടെ തേക്കാൻ തോന്നി കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അപ്പച്ചിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല എന്തുവാണ് ഞാൻ ചെയ്യുന്നതെന്ന്, എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് കേട്ടോ. ഞാൻ പക്ഷെ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ബാലൻസ് ഉണ്ടായിരുന്നു, അത് അമ്മയ്ക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് അമ്മയ്ക്കും കൂടെ തേച്ചു കൊടുത്തു. പിന്നെ എനിക്കാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്, അപ്പച്ചി ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പോയി എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഒപ്പിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നെയിൽ പോളിഷ് ഇടാമെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇടാറുള്ളതാണ്. അപ്പോൾ ഇപ്പം വെറുതെ നോക്കിയപ്പം കുറച്ച് നഖമൊക്കെ വളർന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ നെയിൽ പോളിഷൊക്കെ മാഞ്ഞു പോയേ, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ചെറിയ പ്രായം തൊട്ട് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ക്രേസായിരുന്നു അപ്പച്ചിയുടെ കയ്യിലും കാലിലും പോയി നെയിൽ പോളിഷ് ഇടാൻ വേണ്ടിയിട്ട്. പണ്ടൊന്നും അപ്പച്ചി സമ്മതിക്കത്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ അപ്പച്ചി അറിയുന്നില്ലല്ലോ ഞാനത് ഇടുവാന്ന്. ഞാൻ എന്തെങ്കിലുമൊക്കെ കഥ പറയുന്ന രീതി, ഞങ്ങൾ ഒത്തിരി കഥകളൊക്കെ പരസ്പരം പറയായിരുന്നു. പണ്ടത്തെ കഥകളും ഇവർ ജോലി ചെയ്യുന്ന എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ, കണ്ടെത്തി പോയതും അവിടെ പോയതും ഇവിടെ പോയ കഥകളൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയും. അപ്പോൾ ഞാൻ ഈ കഥകളൊക്കെ കേട്ടുകൊണ്ട് നൈസായിട്ട് ഇട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ സ്മെല്ലൊക്കെ കിട്ടും, അതായത് നെയിൽ പോളിഷിനൊരു സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ അറിയാൻ പറ്റും. പക്ഷെ എന്നാലും അപ്പച്ചിക്ക് ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇട്ടൊക്കെ കഴിയുമ്പോഴാണ് എന്തിനാടി ഇട്ടതെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അടുത്ത് വഴക്കൊക്കെ പറയായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കാറില്ല. എനിക്കത് ഭയങ്കര ക്രേസാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ അതുപോലെ തന്നെ ഇന്നും ചെയ്തു കൊടുത്തു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് നെയിൽസൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെട്ടി ക്ലീൻ ചെയ്തു. എന്നിട്ടാണ് നമ്മൾ നെയിൽ പോളിഷ് ഇട്ടത്. അതിനിടയ്ക്ക് നമ്മുടെ ഫേസിലിട്ട സാധനം ഡ്രൈ ആവാൻ തുടങ്ങി. പിന്നെ ഞാൻ അത് പോയി വേഗം ക്ലീനൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ ഇതാണ് കേട്ടോ, കയ്യിലിട്ടപ്പോൾ ഉള്ള കോലമാണിത്. പിന്നെ അപ്പച്ചി എന്നോട് പറയുക നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ നെയിൽ പോളിഷ് എടുക്കാൻ പോയപ്പോൾ മുല്ലപ്പൂ കണ്ടു. എനിക്കാണെങ്കിൽ മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. അതുപോലെ തലയിൽ പേനും കയറും ഈ സാധനം വെച്ചാൽ, എങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇത് സെക്കൻഡ് കോട്ട് ഇടാൻ പോവാം കേട്ടോ. അപ്പോൾ എനിക്കിന്നൊരു കല്യാണമുണ്ട്, അപ്പോൾ അതിനാണ് മുല്ലപ്പൂ ഒക്കെ വാങ്ങിയത്. പിന്നെ അപ്പച്ചി എന്ന് പറഞ്ഞാലും ഇതെൻ്റെ അമ്മയുടെ അമ്മയാണ്, എൻ്റെ അമ്മുമ്മയാണ്. പക്ഷെ ഞങ്ങൾ എവിടെ നിന്നൊക്കെയോ കേട്ട് ഇങ്ങനെ ശീലിച്ച് പോയതാണ് കേട്ടോ. എൻ്റെ അമ്മ ഉൾപ്പെടെ അപ്പച്ചി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഫിനിഷായി.